RSSും CPMും തമ്മിൽ എന്തോ ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് ആക്ഷേപിക്കുക. ഈ ആക്ഷേപിക്കുന്ന വിദ്വാൻമാർ സ്ഥിരമായിട്ട് RSSുമായിട്ട് വോട്ട് കച്ചവടം നടത്തിയവരാണ്. സ്ഥിരമായിട്ട് RSSുമായിട്ട് വോട്ട് കച്ചവടം നടത്താത്ത ഒരാൾ പോലും ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വ നിരയിലില്ല. എല്ലാ നേതാക്കന്മാരും RSS ബാന്ധവം പുലർത്തിയിട്ടുള്ള പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. അതവർ മറക്കരുത്. ഇപ്പം ഇവിടെ ഒരു BJP സ്ഥാനാർത്ഥി തൃശ്ശൂർ ജയിച്ചല്ലോ. ആ സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ 86,965 വോട്ട് കാണാനില്ല. കുറച്ച് വോട്ടല്ല, ഈ വോട്ട് കോൺഗ്രസ് അങ്ങോട്ട് കൊടുത്തതാണ്, കോൺഗ്രസ്സുകാരെ അങ്ങോട്ട് കൊടുത്തതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം CPMനാണ്. അതല്ലേ സഖ്യം, അതല്ലേ RSS ബാന്ധവം. അത് ഞങ്ങളുടേതല്ല, അത് കോൺഗ്രസിൻ്റെതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്മജയായിരുന്നു. കേരളത്തിൽ തൃശ്ശൂരിൽ BJP അക്കൗണ്ട് തുറന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാന കോൺട്രിബ്യൂട്ടർ ആരാണ്? ഈ തൃശ്ശൂർ അറിയുന്ന എല്ലാവർക്കും അറിയില്ലേ? ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി, അവർക്ക് ചുറ്റുമല്ലേ കോൺഗ്രസ്. ഇവിടുത്തെ കോൺഗ്രസിൻ്റെ KPCയിൽ നിന്നും തൃശ്ശൂർ ജില്ലയുടെ ചാർജ് ആർക്കായിരുന്നു? പത്മജയ്ക്കല്ലേ. അവരൊരു തവണയാണോ സ്ഥാനാർത്ഥിയായത്? പലതവണ സ്ഥാനാർത്ഥിയായി. അങ്ങനെ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ ആരാണ്? കരുണാകരനായിരുന്നു, നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ മക്കളാണ് മുരളിയും പത്മജിയും. അവരെല്ലാം ഇവിടെ മാറി മാറി മത്സരിച്ചുകൊണ്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പത്മജയെ BJPക്ക് ദാനം ചെയ്താലും കേരളത്തിലെ കോൺഗ്രസ് അല്ലേ. AK ആന്റണിയുടെ മകൻ ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ലേ. കേരളത്തിലെ എത്ര കോൺഗ്രസ് നേതാക്കന്മാരാണ് BJPയിലേക്ക് പോയത്? ഇന്ത്യയിലാകെ എത്ര കോൺഗ്രസ് നേതാക്കന്മാരാണ് BJPയിലേക്ക് പോയത്? അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് BJPക്ക് ഇവിടെ അനുകൂലമായ പശ്ചാത്തലം ഉണ്ടാക്കിയ രണ്ട് ഘടകങ്ങളിൽ, ഒന്ന് പത്മജ അങ്ങോട്ട് പോയിരിക്കുന്നു, രണ്ട് ഞാനീ പറഞ്ഞ വോട്ടും അപ്പുറത്തേക്ക് കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം ചെയ്ത് BJPയെ ജയിപ്പിക്കാൻ സഹായകരമായ നിലപാട് ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, രാജഗോപാലിന്റെ തിരഞ്ഞെടുപ്പ് വിജയിച്ച സന്ദർഭത്തിലും അത് നമ്മൾ കണ്ടതാണ്. ദുർബലനായ സ്ഥാനാർത്ഥിയെ രാജഗോപാലിനെ നേരെ നിർത്തുക. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയില്ല, കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു, നിർത്തിയില്ല. എന്നിട്ട് പിന്നെ BJP വിജയിക്കുമെന്ന് ഉറപ്പാക്കുക. ആ പ്രവർത്തനം മുഴുവൻ നടത്തിയിട്ട് അതിൻ്റെ ആനുകൂല്യം പറ്റിയതിന് ശേഷം ശരിയായ ഒരു രാഷ്ട്രീയ നിലപാടില്ല. CPIMന് നേരെ, അതിൻ്റെ നേതൃത്വത്തിന് നേരെ, സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നേരെ ആക്ഷേപം പറയാം, കളവുകൾ പ്രചരിപ്പിക്കും.